ഒരു ഉമ്മയുടെ സ്വന്തം മകൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആ വീട്ടിൽ ഭയത്തോടെയാണ് ഉമ്മ ഇരിക്കുന്നത്. എന്തിനാണെന്നല്ലേ? ലഹരിക്കടിമയായ വെറും 21 വയസ്സ് മാത്രം പ്രായമായ ഒരു മകൻ വീട്ടിൽ കയറി വന്നിട്ട് സ്വന്തം ഉമ്മയോട് ലൈംഗികമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത്? നമ്മൾ ആരെ ഭയന്നാലും നമ്മുടെ മാതാപിതാക്കള് സ്വന്തം മക്കള് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു ധൈര്യമായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്വന്തം മകനെയാണ് സ്വന്തം ഉമ്മ ഭയക്കുന്നത്. ബ്ലോഗർ ജസ്ന എന്ന യൂട്യൂബ് ചാനൽ വന്ന ഒരു വീഡിയോ ആണിത്. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 21 വയസ്സായ മോനിൽ അതെ, മോനിൽ നിന്ന്. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മക്ക് ഒരു എന്നിട്ടും ആ ഉമ്മ പറയുന്ന കണ്ടില്ലേ, എന്റെ മകൻ ലഹരിക്കടിമയായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്റെ മകൻ ഇപ്പൊ ഇവിടെ ഇല്ല, എന്തായാലും തിരിച്ചു വരും നല്ല രീതിയിൽ. എന്നിട്ട് ആ ഉമ്മയുടെ മനസ്സ് കണ്ടില്ലേ? ഈ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോ സത്യം പറഞ്ഞാൽ നെഞ്ച് പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറയുമ്പോ ഏത് സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്? സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേൾക്കുമ്പോ. എങ്ങനെ ഇത് ഉൾക്കൊള്ളാനാവും? അവരൊക്കെ എന്താണ് വിളിക്കേണ്ടത്? എന്തായാലും ആ ഉമ്മ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഒരു അത്തറിന്റെ കുപ്പിയാണ്, അതുപോലെ ലൈറ്റർ, ഇത് ചൂയിങ്കം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇടുക്കി ഗോൾഡ്, യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. പക്ഷെ മോന് എത്ര വയസ്സുണ്ട്? മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെ കുറിച്ചൊന്ന് മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ. ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അറിയില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ട്. നമ്മളൊക്കെ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. ചിലപ്പോൾ വീട്ടിൽ അച്ഛനാ ചിലപ്പോൾ വെള്ളമടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കണ്ടിട്ട് ചിലപ്പോൾ മക്കൾക്ക് ഭയമുണ്ടാവും, ഭാര്യക്ക് ഭയമുണ്ടാവും. ചിലപ്പോൾ മോശമായ ചില അസഭ്യ വാക്കുകളൊക്കെ പറയും. അങ്ങനെയൊക്കെ നമ്മൾ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പറയാ, സ്വന്തം മകനെ പേടിച്ചിട്ടാണ് ഒരു ഉമ്മ വീട്ടിലിരിക്കുന്നത്. എന്താണ് പിന്നെ ഇതിനൊക്കെ നമ്മൾ പറയാ? ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ. സമൂഹത്തിൽ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 21 വയസ്സായ മോനിൽ മോനിൽ നിന്ന്
ഈ ഉമ്മയുടെ കണ്ണുനീർ കണ്ടിട്ടെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളല്ലാതെ ആക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലഹരി. ആ സമയത്ത് നിങ്ങളുടെ അമ്മയാരാ, അച്ഛനാരാ, നിങ്ങളെ പെങ്ങളാരാണ്, നിങ്ങളെ കൂടപ്പിറപ്പുകളെ പോലും സ്വന്തം തിരിച്ചറിയാത്ത രീതിയിൽ നിങ്ങളെ ആക്കുന്ന ഒന്ന് തന്നെയാണ് ലഹരി. അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ലഹരി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോ സ്കൂളിലെ, അതായത് കോളേജ് വിദ്യാർത്ഥികളൊക്കെ പല സ്ഥലങ്ങളിലും ഒളിച്ചൊക്കെ ഇരുന്നിട്ട് പല രീതിയിലും ലഹരികൾ ഉപയോഗിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. ലഹരിയുമായിട്ട് പിടിക്കുന്നതൊക്കെ 18, 19, 20 വയസ്സൊക്കെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെയാണ് ഓരോ വണ്ടികളിൽ നിന്നും പിടിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ട്സുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയെന്ന് പറയാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം, എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. അതുകൊണ്ട് ആ ഫ്രണ്ട്സ് പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്? ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ലഹരി. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. ഉമ്മ പൊട്ടിക്കരയുന്നുണ്ടല്ലേ? ആ വീട്ടിലേക്ക് എൻ്റെ മകൻ കയറി വരുന്നത് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഭയത്തോടെ ഇരിക്കുകയാണ് ഉമ്മ. വന്നിട്ട് എന്താണ് മകൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ കേട്ടില്ല ഉമ്മ പറയുന്നത്? കൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ആരും ലഹരികൾ ഉപയോഗിക്കാതിരിക്കുക, പ്ലീസ്. ഉമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട്. കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത്. ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകൾ നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത്. അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ ഈ ഉമ്മക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല. നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നാ നമ്മൾ പറയാ അല്ലെ? അതെ തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമല്ല മോളെ, ഇവൻ ഇനി വലുതായി മറ്റൊരു കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂലേ ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ്